മൗനം മുഴങ്ങുന്നതാർക്കുവേണ്ടി? ഇടപെടൽ. KEN. അരമണിക്കൂർ നേരമെങ്കിൽ അത്രയും നേരം ഒടുവിൽ ഗസ്സയ്ക്കുവേണ്ടി ഒഴിച്ചിടാനുള്ള സാർവദേശീയ ജനായത്ത സന്നദ്ധത, തുടർന്ന ദിവസങ്ങൾ തന്നെ ഒഴിച്ചിടാനുള്ള സന്നദ്ധതയായി മാറുകയാണെങ്കിൽ, സയണിസത്തെയും സാമ്രാജ്യത്വയും അവരുടെ നട്ടെല്ലായി മാറിയ ആഗോള ആശയവിനിമയ വ്യൂഹത്തെയും ഒരു സംശയവുമില്ല, ഉറപ്പാണ്, അത് അത്യധികം നടുക്കം കൊള്ളിക്കും. ഒരാഴ്ചത്തെ പ്രതീകാത്മക അരമണിക്കൂർ അഥവാ പ്രതീകാത്മക മൗനസമരം അതോടെ മഹാപ്രക്ഷോഭമായി മാറും. പ്രകടനങ്ങൾ, പോസ്റ്ററുകൾ, ചിത്രങ്ങൾ, സിനിമകൾ, കവിതകൾ, പാട്ടുകൾ, നാടകങ്ങൾ, ബഹിഷ്കരണങ്ങൾ, പ്രമേയങ്ങൾ എന്നിവയ്ക്കൊപ്പം ഡിജിറ്റൽ മൗനവും സമരമുന്നണിയിൽ ചേർന്നുകഴിഞ്ഞു എന്നുള്ളത് കോർപ്പറേറ്റ് സാമ്രാജ്യത്വ സയണിസ്റ്റ് സംഘത്തെ സംഭ്രാന്തരാക്കും. മൗനം മുഴങ്ങുന്നത് ആർക്കുവേണ്ടിയെന്ന് മറ്റാരേക്കാളും മുമ്പേ മനസ്സിലാക്കാൻ ഇനി അവരും നിർബന്ധിതരാവും. നിസ്സഹായരുടെ കൂട്ടനിലവിളികൾക്കൊപ്പം മൗനവും അധികാരത്തിന്റെ മർമ്മം തുളച്ച് ഒരു വെടിയുണ്ട കണക്കെ കടന്നുപോവും. ശബ്ദവും മൗനവും തമ്മിലുള്ള നിതാന്ത സാഹോദര്യം തന്നെയാണ് രണ്ടിനും ഒരേ സമയം സൂക്ഷ്മത നൽകുന്നത്. മഹത്തായൊരു ലക്ഷ്യത്തിലേക്ക് കണ്ണി ചേർക്കപ്പെടുമ്പോൾ വിപരീതങ്ങളായല്ല, വീര്യവിസ്ഫോടനമായി അവ വികസിക്കും. നിസ്സഹായരുടെ സമരമൗനം അധിനിവേശ ബന്ധുജനശതികളുടെ നിസ്സംഗതയ്ക്ക് അതോടെ അന്ത്യം കുറിക്കും. അപ്പോൾ പറയുന്ന വാക്കുകൾക്കൊപ്പം പറയപ്പെടാതെ പോയ വാക്കും അധികാരത്തിന്റെ ശിരസിനുമേൽ ഒരു മിസൈൽ എന്നപോൽ പതിക്കും. നിങ്ങൾക്ക് എളുപ്പം കൊന്നുതള്ളാൻ കഴിയും വിധം വെറും എണ്ണങ്ങളല്ല ഞങ്ങളെന്ന് സയണിസ്റ്റുകൾ കൊഞ്ഞ പ്രശസ്ത പ്രതിരോധ കവി റഫാത്ത് അൽ അരീർ അടക്കമുള്ള സമരയോദ്ധാക്കളുടെ ശബ്ദം കൂടിയാണ് സമരമൗനത്തിൽ മുഴങ്ങുന്നത്, അല്ലെങ്കിൽ മുഴങ്ങേണ്ടത്. സാമ്രാജ്യത്വം ബലാത്കാരത്തിലൂടെ നിശബ്ദമാക്കി എത്രയെത്രയോ വിപ്ലവകാരികളുടെ സമരസന്ദേശങ്ങളാണ് ഡിജിറ്റൽ മൗനത്തിന്റെ ആകാശത്തിൽ സമരസൂര്യനായി ജ്വലിക്കേണ്ടത്. കമ്പോളത്തിന്റെ കുലുക്കിത്തുത്തിനും ഫാഷിസത്തിന്റെ കത്തിക്കുത്തിനും കിനാവു കാണാനാവാത്ത ധീരസമർപ്പണത്തിനാണ് നമ്മുടെ രാത്രികളിലെ അരമണിക്കൂർ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. പോരാട്ടത്തിൽ നിന്നൊരിക്കലും പിന്നോട്ടില്ലെന്ന പ്രഖ്യാപനമാണ് ആ മൗനത്തിൽ മുഷ്ടി ചുരുട്ടുന്നത്. പല വഴികളിലൂടെയും ഞങ്ങൾ ശബ്ദിച്ചുകൊണ്ടേയിരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന സർവഭാഷകൾക്കും ഒത്തുചേരാനാവുന്ന ഒരു സമരനിശബ്ദതയിൽ വെച്ച് സമകാലം അഭിമാനത്തോടെ ഒപ്പുവെച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏതു ഊരാക്കുടുക്കും ഒറ്റ വെട്ടിനഴിയും. എന്നാൽ ഗസ്സയ്ക്കുമേൽ സയണിസമിട്ട ഭക്ഷണക്കുടുക്ക് അഴിക്കുംതോറും കുരുങ്ങും. അപ്പം ചോദിച്ച പട്ടിണിപ്പാവങ്ങളോട് പാരീസിലെ പഴയ രാജകുമാരി "എന്താ നിങ്ങൾക്ക് കേക്ക് കഴിച്ചുകൂടെ" എന്ന് ചോദിച്ചത് അവരുടെ വിവരക്കേടുകൊണ്ടുകൂടിയാവണം. ഭക്ഷണത്തിന് ക്യൂ നിൽക്കുന്നവരെ വെടിവെച്ചു കൊല്ലുന്ന, എന്തിനൊരൽപ്പം ഭക്ഷണം നൽകുമ്പോൾ അതിൽ വിഷം കലർത്തുന്ന സയണിസം കുട്ടികളോട് കാണിക്കുന്ന ക്രൂരതയ്ക്ക് സമാനതകളില്ല. അരമണിക്കൂർ മൗനം മറ്റു പലതിനുമൊപ്പം ഉള്ളിലൊതുക്കുന്നത് ഒതുക്കാനാവാത്ത മഹാസങ്കടങ്ങളാണ്. ഫലസ്തീൻ അഭയാർത്ഥികൾക്കു വേണ്ടി ഐക്യരാഷ്ട്രസഭ നിർമ്മിച്ചു നൽകിയ തങ്ങളുടെ തകർക്കപ്പെട്ട സ്വന്തം സ്കൂളുകൾക്കു നേരെ നിസ്സഹായരായി നോക്കി നിൽക്കുന്ന കുട്ടികളും, കല്ലിന്മേൽ കല്ല് ബാക്കി വയ്ക്കാതെ പൊളിക്കപ്പെട്ട ആശുപത്രി അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന രോഗികളും, അയനെസ്കോയുടെ അമേദി നാടകത്തിലെ വളരുന്ന ശവത്തെ അപ്രസക്തമാക്കുന്ന ശവക്കൂമ്പാരങ്ങളും ഒരു മൗനത്തിലും ഒതുങ്ങുകയില്ല, ഒരിക്കലും ഒതുക്കാനാവുകയില്ല. ഇസ്രായേൽ സയണിസം കൊന്ന കലാഭട്ടിയായ റഫാത്ത് അൽ അരീർ എഴുതിയ "ഞാൻ മരിക്കണമെങ്കിൽ നിങ്ങൾ ജീവിക്കണം, എൻ്റെ കഥ പറയാനായി" എന്നുള്ള വാക്യായിരിക്കണം ഡിജിറ്റൽ മൗനത്തിന്റെ ആമുഖമാവേണ്ടത്. ഭൂമിയിലെ നരകമാക്കി ഗസ്സയെ മാറ്റിയവർ, വരാനിരിക്കുന്ന പ്രതിരോധത്തെ ഭയന്ന് മുൻകൂറായി കുഞ്ഞുങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്നവർ, ഇസ്രായേലിന്റെ ദേശീയ കവിയായ ഹൈം നഹാംബായിക്കിന്റെ "ഒരു കൊച്ചുകുട്ടിയുടെ ചോരയ്ക്ക് തുല്യമായ പ്രതികാരം ഒരു ചെകുത്താനും ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല" എന്ന വരികൾ മറക്കരുത്. കൊലയാളികളുടെ അട്ടഹാസങ്ങൾക്കിടയിലും രക്തസാക്ഷികളെ മാറോട് ചേർത്ത് ചെറുത്തുനിൽപ്പ് തുടരുന്ന അവശേഷിക്കുന്ന ഫലസ്തീൻകാരുടെ പ്രാർത്ഥനയിൽ നിറയുന്നത് കരുണയും കരുത്തുമാണ്. രക്തസാക്ഷികൾ എപ്പോഴും നീതിക്കുവേണ്ടിയുള്ള അവരുടെ മാർച്ചിൽ വഴികാട്ടികളായി അവർക്കു മുന്നിലുണ്ട്. സയണിസ്റ്റുകൾക്ക് മായ്ച്ചു കളയാനാവാത്ത ആ ധീരസ്മരണകളുടെ ശക്തിയാലാണ് ശവകൂമ്പാരങ്ങളിൽ നിന്ന് പിന്നോട്ടേക്കില്ലെന്ന അവരുടെ ഉറപ്പുകൾ ഉയരുന്നത്. അവിശ്വസനീയമെന്ന വാക്കിലോ പ്രക്ഷോഭചരിത്രങ്ങളിലെ അതിശയമെന്ന മറ്റൊരു വാക്കിലോ ഒതുങ്ങാനോ ഒതുക്കാനോ ആവാത്ത വിധമുള്ളൊരു സമരവീര്യമാണ് ഗസ്സയിൽ പ്രതികൂല അവസ്ഥകളെ വകവയ്ക്കാതെ "തിന്നാൻ ഗോതമ്പും കുടിക്കാൻ വെള്ളവുമില്ലെങ്കിൽ നാം നമ്മുടെ സ്നേഹം തിന്നുകയും വിയർപ്പ് കുടിക്കുകയും വേണമെന്ന കവിവാക്യത്തെ സത്യപ്പെടുത്തും വിധം ശക്തമാകുന്നത്.
ലോകത്തെ വൻ ശക്തികളോടാണ് ഒന്നുമില്ലാതാക്കപ്പെട്ട ഒരു ജനത സ്വന്തം സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും മാനുഷിക മൂല്യങ്ങളുടെ സംരക്ഷണത്തിനും വേണ്ടിയും ഇന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ വിജയം എത്രയോ വിദൂരമാവാമെന്ന് അറിഞ്ഞിട്ടും പൊരുതിക്കൊണ്ടേയിരിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ലോക ദേശീയ വിമോചന പോരാട്ട ചരിത്രത്തിൽ ഗസ്സ അമ്പരപ്പിക്കുകയും ആവേശം കൊള്ളിക്കുകയും ചെയ്യുന്ന വേറിട്ടൊരധ്യായമായി സ്ഥാനം കൈയേൽക്കും. എന്നെ നേരിയാക്കണമേ, വളയാത്തതും വഴങ്ങാത്തതുമാക്കണമേ, എന്നെ മൂർച്ചയുള്ളതാക്കണമേ, മുറിക്കുന്നതും തുളയ്ക്കുന്നതുമാക്കണമേ, ഞാൻ ഒരുക്കാണ്, എൻ്റെ പ്രാർത്ഥന ഇതാണ് എന്ന അമേരിക്കൻ കവി കാൾ സാൻബർഗിൻ്റെ ഉരുക്കിൻ്റെ പ്രാർത്ഥനയിൽ കാരുണ്യത്തിൻ്റെ വിസ്മയം കൂടി കലരുമ്പോൾ അത് പൊരുതുന്ന ഗസ്സയാവും. കാരുണ്യം തുളുമ്പുന്ന ധീരതയ്ക്കു പകരമുള്ള ഒറ്റ വാക്കായി നാളെ ഗസ്സ സർവ്വനിഘണ്ടുകളിലും നിറയണം. ഓരോ ദിവസവും കൊല്ലപ്പെടുന്നവർക്കിടയിൽ നിന്നും പാഴായിപ്പോകുന്ന സമാധാന പ്രമേയങ്ങൾക്കിടയിൽ നിന്നും സഹായിക്കാനെത്തുന്ന ഭക്ഷണം പോലും തട്ടിപ്പഴിച്ചെടുക്കുന്ന നെതന്യാഹു ഉത്തരത്തിന്റെ ക്രൂരതകൾ കണ്ടുതിരുന്ന കണ്ണുനീർ തുള്ളികൾക്ക് ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴെങ്കിലും തീതുള്ളികളാവാൻ കഴിഞ്ഞില്ലെങ്കിൽ തീയ്ക്കതിൻ്റെ ആത്മാഭിമാനം നഷ്ടപ്പെടും. എല്ലാ രാജ്യങ്ങളിലും വിശന്നിരിക്കുന്നവരുണ്ട്. എന്നാൽ എല്ലാവരും ഒരുപോലെ വിശന്നിരിക്കുന്ന ലോകത്തിലെ ഏക പ്രദേശം ഇന്ന് ഗസ്സ മാത്രമാണ്. എല്ലാ യുദ്ധോപഘാതങ്ങളെക്കാളും രൂക്ഷമായ മറ്റൊരു തീതുപ്പും മിസൈലായി ഒരു ജനതയെ പട്ടിണിക്കിടൽ ഇതിനു മുമ്പ് ഇതുവിധം ലോകത്തെവിടെയെങ്കിലും നടന്നിട്ടുണ്ടാവുമെന്ന് തോന്നുന്നില്ല. മുഴങ്ങുമോ നമ്മുടെ ആ അരമണിക്കൂർ മൗനത്തിൽ ആ മഹാസങ്കടങ്ങൾ മുഴുവനും? അസാധ്യങ്ങളെ ചിലപ്പോഴെങ്കിലും നിസ്സഹായതയോടെ മാത്രം അഭിമുഖീകരിക്കാൻ കൂടി ശിക്ഷിക്കപ്പെട്ടതാവുമോ നമ്മുടെ അസ്തിത്വം? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നൊബേൽ സമ്മാനം നൽകാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു റെക്കമെൻഡ് ചെയ്യും വിധം ലോകം അശ്ലീലപ്പെട്ടിട്ടും ഐക്യരാഷ്ട്രസഭ പന്തം കണ്ട പെരിച്ചാവയെപ്പോലെ പകച്ചു നിൽക്കുകയാണ്. ആ ഉപമ പിറുവലിക്കുന്നു. കാരണം ആ ഉപമ പന്തത്തിനും പുതിയ പെരിച്ചാവികൾക്കും നാണക്കേടുണ്ടാക്കുമെന്നതിനാൽ. ലോകസമാധാനം സംരക്ഷിക്കുക, നീതി നടപ്പിലാക്കുന്നതിന്റെ നേതൃത്വമാവുക എന്ന മഹോന്നത പണിയൊന്നും ഇനി തങ്ങളെക്കൊണ്ട് ആവുന്നതല്ല എന്ന് തിരിച്ചറിഞ്ഞ് സ്വയം പിരിഞ്ഞു പോകുന്നതല്ലേ ഐക്യം ഏറെക്കുറെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഐക്യരാഷ്ട്രസഭയ്ക്ക് നല്ലത്? സമീഹ് അൽ ഖ്വാസിം എന്ന ഫലസ്തീൻ കവി മുമ്പ് ചോദിച്ചതാണിത്. കിലോമീറ്റർ നീളമുള്ള പ്രസ്താവനകൾ, മധുരമുള്ള വാഗ്ദാനങ്ങൾ, ഉരുക്കുപോലുള്ള ഉറപ്പുകളെല്ലാം ഒലിച്ചുപോയത് നൈൽ നദിയിലെ വെള്ളത്തിലല്ല, നെഞ്ചു പൊട്ടിപ്പിളർന്ന ഒരു ജനതയുടെ മൂല്യബോധങ്ങളുടെ ചോരയിലാണ്. Let me be a tool, as strong as the anger of God, as great as the forge of the sun, true as the woe of the moon. Let me be steel. Prayers of steel. ഗസ്സ പൊരുതുന്നത് ഇസ്രായേലിന്റെ ഭാഗമാവാനല്ല, ട്രംപിന്റെ പ്രലപനങ്ങൾക്ക് കാതോർക്കാനല്ല, ശബ്ദമില്ലാതായിക്കൊണ്ടിരിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ പാഴ്വാക്കുകൾക്ക് കീഴൊതുങ്ങാനല്ല, പുതിയ എന്തെങ്കിലും അവകാശം നേടിയെടുക്കാനല്ല, എന്നും ഗസ്സയായിരിക്കാനാണ്. കൂടുതൽ ഒരുക്കായിരിക്കാൻ കൊതിക്കുന്നത് പോലെ സ്വതന്ത്ര ഫലസ്തീൻ സാക്ഷാത്കരിക്കാനാണ് അവർ പ്രാർത്ഥിക്കുന്നതും പൊരുതുന്നതും. മറ്റു രാജ്യങ്ങളിൽ അഭയാർത്ഥികളായി ജീവിക്കുമ്പോഴും അവർ മനസ്സിൽ സൂക്ഷിക്കുന്നത് സ്വന്തം രാജ്യത്തെക്കുറിച്ചുള്ള മരണമില്ലാത്ത ഓർമ്മകളാണ്. മറ്റു രാജ്യങ്ങളിലായിരിക്കുമ്പോൾ അഭയാർത്ഥി ക്യാമ്പിലെ ആശുപത്രികളെ പോലും അവർ വിളിച്ചത് ഗസ്സ, അക്ക, ഹൈഫ എന്നിങ്ങനെ സ്വന്തം പോരാട്ടത്തിന്റെ ചുവപ്പു പടർന്ന സമരസ്മരണകൾ ഇരമ്പുന്ന പേരുകളിലാണ്. സർവകലാശാലയ്ക്കും ആശുപത്രിക്കും ശ്മശാനത്തിനും ഇടാനുള്ള പേരുകളായി മനസ്സിലവർ കരുതിവെച്ച പേരുകളിൽ എരിയുന്നത് നിഷ്ക്രിയ സ്ഥലനാമങ്ങളല്ല, സമരസ്മരണകളുടെ കനലുകളാണ്. ചുരുക്കെഴുത്തുകളായി മാറ്റപ്പെട്ട പല ആശയങ്ങളും ഒരു ജനതയെ അകാരണമായി നിലംപരിശാമാക്കിയ മൂർച്ചയുള്ള ആയുധങ്ങളാണെന്ന് നാം മനസ്സിലാക്കാത്തത് അത് മരവിച്ചു കഴിഞ്ഞ ഇംഗ്ലീഷ് അക്ഷരങ്ങളായി മാറിപ്പോയതുകൊണ്ടാണ്. ഉദാഹരണമായി അനിശ്ചിതമാകുന്ന ഭാവി എന്ന അടിക്കുറിപ്പ് നൽകി ഗസ്സയിലെ തങ്ങളുടെ സ്കൂൾ നോക്കി ഫലസ്തീൻ മക്കൾ നിൽക്കുന്ന ഒരു ചിത്രം ഹിന്ദു പത്രം പ്രസിദ്ധീകരിച്ചിരുന്നു. അൺസർട്ടൻ ഫ്യൂച്ചർ, പാലസ്റ്റീനിയൻസ് ലുക്ക് ഔട്ട് ഫ്രം ദ ബാൽക്കണി ബൈ ആൻ RNUWA സ്കൂൾ ദാറ്റ് വാസ് സ്ട്രക്ക് ബൈ ഇസ്രായേൽ ഇൻ ഗാസ സിറ്റി ജൂലൈ 6, 2025. ഇതിലെ അൺറവ സ്കൂൾ എന്ന ചീക്കെഴുത്തിൽ നിന്ന് തന്നെ കരയുന്നത് ഗസ്സയിലെ എത്രയെത്രയോ സ്വദേശി സ്കൂളുകൾ പല കാലങ്ങളിലായി ആക്രമിക്കപ്പെട്ടതിന്റെ ചരിത്രമാണ്. അത് മനസ്സിലാക്കാൻ ഈ ചുരുക്കെഴുത്തൊന്ന് നിവർത്തി വായിച്ചാൽ മാത്രം മതിയാവും. ഫലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടി ഐക്യരാഷ്ട്രസഭ നിർമ്മിച്ചു നൽകിയ സ്കൂളുകളും ക്യാമ്പുകളും തകർക്കപ്പെടുമ്പോഴും ഒന്നും ചെയ്യാനാവാത്ത നിസ്സഹായാവസ്ഥയിലാണ് അതിനൊരു താൽക്കാലിക ആശ്വാസ പരിഹാരമായി യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസി ഫോർ പാലസ്റ്റീനിയൻ റെഫ്യൂജീസ് ഇൻ ദ നിയർ ഈസ്റ്റ് RNUWA എന്ന സംഘടനയുണ്ടായത്. അതുണ്ടാക്കിയ സ്ഥാപനങ്ങൾ തന്നെ തകർത്തിട്ട് നഷ്ടപരിഹാരം പോലും ഇസ്രായേലിനോട് ആവശ്യപ്പെടാനാവാത്ത വിധമുള്ള ഐക്യരാഷ്ട്രസഭയുടെ നിഷ്ക്രിയത്വത്തിന് നാം എന്തു പേരിടും? അതുപോലെ തന്നെ നിവർത്തി വായിക്കേണ്ടതാണ് ഇഡ്ക്വ എന്ന IDCVA എന്ന ചുരുക്കെഴുത്തും.
1982 ജൂൺ 4 ഐക്യരാഷ്ട്രസഭ പീഡിത കുട്ടികളുടെ ദിനമായി പ്രഖ്യാപിക്കുന്നത്. സാധാരണ ശിശുദിനമല്ല, പീഡിത ശിശുദിനം. ഇഡ്ക്വ എന്ന ചുരുക്കെഴുത്തിൽ ചങ്ക് കുത്തിത്തുളയ്ക്കുന്ന ചോര ആദ്യം കണ്ണിൽപ്പെടില്ല. ഇസ്രായേൽ ആക്രമണത്തിന്റെ ഇരയായ കുഞ്ഞുങ്ങളെ ഓർക്കാനുള്ള സാർവദേശീയ ദിനമെന്ന് വിസ്തരിച്ചു തന്നെ വായിക്കണം. കള്ളപ്പറങ്കി എന്ന പോർച്ചുഗീസ് അധിനിവേശത്തെയും ക്നാപ്പൻ എന്ന ബ്രിട്ടീഷ് അധിനിവേശത്തെയും സ്വന്തം ഭാഷയിലും അടയാളപ്പെടുത്തിയ അധിനിവേശ വിരുദ്ധ ജനഭാവന സാമ്രാജ്യത്വ നവഫാഷിസ്റ്റ് സയണിസ്റ്റ് സംഘത്തിനു മുന്നിൽ ആ വിധം ഒരു വാക്കുപോലും കണ്ടെത്താനാവാതെ എന്തേ സ്തംഭിച്ചു പോവാൻ? മതിയാവില്ല അരമണിക്കൂർ മൗനം. കൊല്ലവളെ, ചതയ്ക്കവരെ, അധിനിവേശത്തിന് അന്ത്യം എന്ന ബോബ് വയലാൻഡിന്റെ തോറ്റുംപാട്ടുകളെ തോൽപ്പിക്കുന്ന മാറ്റംപാട്ടുകളുടെ ഈരടികൾ എന്തുകൊണ്ട് നമ്മുടെ അരമണിക്കൂർ മൗനസമരത്തിൽ കൊടുങ്കാറ്റുകൾ അഴിച്ചുവിടുന്നില്ല? കാരമസോവ് സഹോദരന്മാർ എന്ന ദസ്തയേവ്സ്കിയുടെ നോവലിൽ മതദ്രോഹ വിചാരകനെ ക്രിസ്തു അടപടലമുലച്ചുകളഞ്ഞത് മൗനത്തിന്റെ ശക്തികൊണ്ടായിരുന്നു എന്ന് ഒരതിശയത്തോടെ വായിച്ചതോർക്കുന്നു. കാരാഗ്രഹത്തിലേക്ക് ക്രിസ്തുദേവനെ വലിച്ചെറിഞ്ഞ മതദ്രോഹ വിചാരകൻ അദ്ദേഹത്തിനെതിരെ പലതരം കുറ്റാരോപണങ്ങൾ നടത്തിയിട്ടും അവയിലൊന്നിനോടും ശബ്ദായമാനമായി പ്രതികരിക്കാതെ പർവ്വതസമാനനായി എങ്കിലും ശാന്തഗംഭീരനായി ക്രിസ്തു നിവർന്നു നിന്നു. അക്ഷോഭ്യനായ ആ ക്രിസ്തുവിന്റെ മുന്നിൽ തളർന്ന്, "നീ എന്തെങ്കിലും ഒരു വാക്കെങ്കിൽ ഒരു വാക്കു പറയൂ, നിന്നു ഭ്രാന്തു പിടിപ്പിക്കുന്ന ഈ മൗനമാണ് എനിക്ക് സഹിച്ചുകൂടാത്തത്" എന്നു പറഞ്ഞ നിസ്സഹായനായ മതദ്രോഹ വിചാരകന്റെ കവിളിൽ എന്നിട്ടും സ്നേഹപൂർവ്വം ക്രിസ്തു ചുംബിക്കുകയായിരുന്നു. അപ്പോൾ തകർന്നു വീണത് തടവറയും മതദ്രോഹ വിചാരകനും അധിനിവേശ മൂല്യവ്യവസ്ഥ മുഴുവനുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ വിധമുള്ള അസാധാരണ മൗനം കൊണ്ടു മാത്രം മറിച്ചിടാനാവുന്നതല്ല മതദ്രോഹ വിചാരകനേക്കാൾ അധികാരോന്മത്തതയിൽ ഉയർന്നു നിൽക്കുന്ന ട്രംപും നെതന്യാഹുവും. അവർ അർഹിക്കുന്നില്ല സ്നേഹത്തിന്റെ ഒരു ചെറു ചുംബനം പോലും.